ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും. ഗോൾഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണെങ്കിൽ ഈ ചാനലിലൂടെ കൃത്യമായ മറുപടി നൽകുന്നതാണ്. ഇന്നലെ ജെറോം പവൽ നടത്തിയ ഒരു പ്രഖ്യാപനത്തോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും ഉണർന്നു. സെപ്റ്റംബറിൽ തന്നെ പലിശ നിരക്ക് കുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ സ്വർണ്ണവില ഒരു പവനി 60,000 കടന്ന് മുന്നേറിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇപ്പോൾ 2,512 ഇന്ത്യൻ മാർക്കറ്റ് MCX 71,750 വ്യാപാരം നടക്കുന്നത്. ഇന്ന് സാറ്റർഡേ മാർക്കറ്റ് ക്ലോസ് ആണ്. ഇനി തിങ്കളാഴ്ചയെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. സ്വർണ്ണവില ഇന്ന് ഒരു പവനി 280 രൂപ കൂടി 53,560 എത്തുകയാണ്. അതേസമയം സ്വർണ്ണവിലയിൽ ഇന്നലെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഒരു പവനി 160 രൂപ കുറഞ്ഞ് 53,280 വ്യാപാരം നടന്നത്. ഇന്നലെ രാത്രിയത്തെ പ്രഖ്യാപനത്തോട് തുടർന്ന് 24K തങ്കം വിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു. ഗ്രാമിന് 7,300 തൃശ്ശൂരിലും 7,300 വ്യാപാരം നടക്കുന്നത്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇന്ന് ഏകദേശം ഒരു പവനി 200 മുതൽ 400 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വില ഇന്നും ഗ്രാമിന് 92 10 ഗ്രാമിന് 920 തുടരുകയാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എങ്ങോട്ട് എന്നാണ് ഓവരും ഉറ്റുനോക്കുന്നത്. ജെറോം പവലിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും. പെട്ടെന്ന് തന്നെ സ്വർണം മേടിക്കാനുള്ളവർക്ക് ഒന്നുകിൽ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാനും ഏറ്റവും നല്ല ഒരു അവസരമാണിത്. സ്വർണ്ണവില കൂടിയാൽ കൂട്ടില്ല, കുറഞ്ഞാൽ കുറച്ച് വിലക്ക് തരുമെന്നാണ് നിങ്ങൾ കൊടുത്ത കാശിനുള്ള ഡിമാൻഡ്. അതേസമയം സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇനിയും കാത്തിരിക്കാൻ സമയമുണ്ടെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഈ അഭിപ്രായത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം ജെറോം പവലിൻ്റെ പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ പലിശ നിരക്ക് കുറക്കുന്നില്ലെങ്കിൽ സ്വർണ്ണവില കൂപ്പുകുത്തും.